ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ ഇങ്ങനെയല്ല കാണാനുള്ളതെന്ന് എനിക്കറിയാം. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം നിറവേറാനായിട്ട് പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. എൻ്റെ ആദ്യത്തെ കാറ് ഞാൻ വാങ്ങാനായിട്ട് പോവാണ്. എൻ്റെ 26ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ആദ്യ കാറ് വാങ്ങാനായിട്ട് പോവാണ്. സോ അതിൻ്റെ ഡെലിവറി ഇന്നാണ്. സോ ഞാൻ ഷോറൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. സോ എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്നറിയില്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. എന്തായാലും ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാർ വാങ്ങിയത്, ഞാൻ എൻ്റെ ആ ഒരു ഗോളിലേക്ക്, എൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോയി വന്നിട്ട് ഞാൻ പറയാം. വിശദമായിട്ടൊരു വീഡിയോ തന്നെ ഞാൻ അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും പോയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. കണ്ട വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഒരു കമൻ്റ് ആണ് എനിക്ക് നിങ്ങളോട് ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു 50 സെക്കൻഡ് വീഡിയോയുടെ പിന്നിൽ എൻ്റെ ഒരു 5 വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ട്. സോ എങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾക്കും എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്ന നിങ്ങളുടെ ആ ഗോൾസിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മണ്ടത്തരങ്ങളായിട്ട് തോന്നുമായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അപ്പോൾ ട്രേഡിങ്ങിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഗോളിലേക്ക് എങ്ങനെ എത്തിപ്പെടാനായിട്ട് സാധിക്കും, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ ആ ഗോൾ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപേ തന്നെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ പലരും, ഭൂരിഭാഗം ആളുകളും ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കുക സോഷ്യൽ മീഡിയ കോണ്ടന്റുകളിലൂടെ ആയിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ കോണ്ടന്റുകൾ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള, ട്രേഡിംഗ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഈ ട്രേഡിങ്ങിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ഇത്രയും വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റുകൾ കണ്ടിട്ടാണ് 1 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഒക്കെ പ്രോഫിറ്റുകൾ അവർ വീഡിയോസായിട്ടും സ്റ്റോറീസായിട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതുപോലെ ആകണം, അല്ലെങ്കിൽ നിങ്ങൾക്കും അത്രയധികം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ഈ ഒരു 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ 1 കോടിയോ 2 കോടിയോ ഒക്കെ ആയിരിക്കാം. അത്രയും വലിയ ഒരു ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് അവർ ഈ പറയുന്ന 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 10,000 രൂപ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ആ 10,000 രൂപ വെച്ചുകൊണ്ട് 1 ലക്ഷം രൂപയുടെ ഒരു പ്രോഫിറ്റ് ഒരു ട്രേഡിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോ നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് മാത്രമേ നമ്മൾ എയിം ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മൾ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചുകൊണ്ട് വളരെ ഭീമമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെപ്പോഴും ഒഴിവാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രോഫിറ്റ്, വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കുറച്ചിട്ട് നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ വലുതാക്കാം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാം. ബിഗിനിങ് സ്റ്റേജിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു 5,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ആ 5,000 10,000 ആക്കാനായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ 10,000 20,000 ആക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതല്ല ശരിയായിട്ടുള്ള രീതി. നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റലിനെ വലുതാക്കാനാണ് ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടത്. ആൻഡ് സ്വാഭാവികമായിട്ട് നമ്മുടെ ക്യാപിറ്റൽ വലുതാകുമ്പോൾ നമുക്ക് ആ ക്യാപിറ്റലിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റും അതിനനുസരിച്ച് വലുതാകുന്നതായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് വലിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു 100 രൂപയോ 200 രൂപയോ ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങളൊരു ട്രേഡർ ആകൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട്
എന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അങ്ങനെയൊന്നുമില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂസഫ് അലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബിസിനസ്സുകാരനാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് യൂസഫ് അലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഒരുപാട് ബിസിനസ്സുകൾ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് നമ്മുടെ വീടിനകത്തുള്ള ഒരു ചേട്ടനും ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ യൂസഫ് അലി ഒരുപാട് കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ചേട്ടൻ അത്രയധികം കോടികളുടെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നോർമൽ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ആണ് അദ്ദേഹത്തിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. എന്ന് കരുതി യൂസഫ് അലി മാത്രമാണ് ബിസിനസ്സുകാരൻ, ആ ചേട്ടൻ ബിസിനസ്സുകാരനല്ല എന്ന് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. യൂസഫ് അലിയുടെ കയ്യിൽ അത്രയും വലിയ ഒരു ക്യാപിറ്റൽ ഉണ്ട്. അത്രയും വലിയൊരു ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം സൂപ്പർ മാർക്കറ്റുകളും അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സുകളും റൺ ചെയ്തു പോകുന്നത്. സോ വളരെ വലിയൊരു ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള റിട്ടേൺസും യൂസഫ് അലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ചേട്ടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ചേട്ടൻ്റെ ക്യാപിറ്റലിനനുസരിച്ചുള്ള പ്രോഫിറ്റ് അദ്ദേഹം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ആ ചേട്ടന് യൂസഫ് അലിയുടെ അത്രയും ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂസഫ് അലിയുടെ അത്രയും റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അദ്ദേഹവും ബിസിനസ്സുകാരനാണ്, യൂസഫ് അലിയും ബിസിനസ്സുകാരനാണ്. രണ്ടുപേരും കൃത്യമായിട്ട് അവരുടെ ക്യാപിറ്റലിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും പ്രോഫിറ്റിൻ്റെ വലിപ്പത്തിലല്ല നമ്മളൊരു ട്രേഡറാണോ, നമ്മൾ നല്ലൊരു ട്രേഡറാണോ മോശം ട്രേഡറാണോ എന്നുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മറ്റുള്ള ആളുകൾ ഉണ്ടാക്കുന്ന അത്രയും പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊരു മോശം ട്രേഡറാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്ത ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. സോ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള പ്രോഫിറ്റ് മാത്രം നോക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ ഇപ്പോൾ ഒരു 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, ചിലപ്പോൾ 1,00,000 ആയിരിക്കാം. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 2% നിങ്ങൾക്കൊരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, വേണ്ട 1% നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% നിങ്ങൾക്ക് ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രേഡറാണെന്ന് ഞാൻ പറയും. ആൻഡ് പതുക്കെ നിങ്ങൾക്കൊരു ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ്, നിങ്ങളുടെ ക്യാപിറ്റലിന് വളരെ നല്ലൊരു റിട്ടേൺസ് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ട്രേഡിംഗ് എന്നുള്ള കാര്യങ്ങളും അറിയാലോ. ഇപ്പോൾ ഈ ഒരു മാസം 10,000 രൂപയാണ് പ്രോഫിറ്റ് എങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ ഒരു 8,000 ആയിരിക്കാം, അതിനടുത്ത മാസം ചിലപ്പോൾ ഒരു 15,000 ആയിരിക്കാം. അങ്ങനെ മാറിയും മറിഞ്ഞും കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്ന ഒരു ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻകം നമുക്ക് മന്ത്ലി ഒരു എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചാണ് ഈ ഒരു മന്ത്ലി ഇൻകത്തിൻ്റെ കാര്യം വരുന്നത്. പക്ഷേ നിങ്ങൾ ഇത്ര മാത്രം നോക്കാം, നിങ്ങളുടെ വയസ്സും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടുക എന്ന് വിചാരിക്കാം. നിങ്ങൾ ജോലിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് കിട്ടുന്ന സാലറി എത്രയായിരിക്കാം? ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നിങ്ങളുടെ ഏറ്റവും ബേസിക് സാലറി എന്നുണ്ടെങ്കിൽ ആ 10,000 രൂപ നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ലൊരു ട്രേഡറാണെന്ന് ഞാൻ പറയും. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഒരു ക്യാപിറ്റൽ. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ വലുതാക്കി കൊണ്ടുവരാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന നിങ്ങൾക്ക് ബേസിക് സാലറി, നിങ്ങളുടെ ബേസിക് സാലറി നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ട്രേഡിങ്ങിലൂടെ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വെറും 10,000 രൂപയാണെങ്കിൽ പോലും അതൊരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രേഡറാണെന്ന് ഞാൻ പറയും. നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല റിയാലിറ്റി എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയനെ വേണമെങ്കിൽ ഉപയോഗിച്ചോ. അല്ലാതെ മറ്റുള്ള ആളുടെ ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന അത്രയും ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയനെ നോക്കരുത്. ഓക്കെ, നിങ്ങൾ ഇൻ്റർനെറ്റിൽ കാണുന്നതൊന്നും റിയാലിറ്റി അല്ല എന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെറിയ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ഒരു സാലറി നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി ട്രേഡറാണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു ഇൻകം, ആ ഒരു മന്ത്ലി ഇൻകം നിങ്ങൾ കീപ്പ് ചെയ്ത് പോകണം. അതിന് നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, പോസിറ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്, ട്രേഡിംഗ് സൈക്കോളജി കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യാം. ആൻഡ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും ഇടയ്ക്കുള്ള വിഡ്രോവൽ ഒഴിവാക്കാം. ഇപ്പോൾ ഒരു 100 USDT വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു $5 പ്രോഫിറ്റ് കിട്ടും, ഒരു $10 പ്രോഫിറ്റ് കിട്ടും. ആൻഡ് അതിനുശേഷം ഒരു $50 ചിലപ്പോൾ അയാൾ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൽ നിന്നും നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈം എത്തുന്നത് വരെ വിഡ്രോവൽ ഒഴിവാക്കാം. നിങ്ങൾ അത്യാവശ്യം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് വരെ ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും വിഡ്രോവൽ ഒഴിവാക്കുക. ആ ക്യാപിറ്റലിനെ മാക്സിമം ഗ്രോ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതുക്കെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം പ്രോപ്പറായിട്ട് ഒരു മന്ത്ലി ഇൻകം നമുക്ക് ട്രേഡിങ്ങിൽ നിന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മുടെ ഗോൾ എന്താണോ, ചിലപ്പോൾ ഒരു കാറ് വാങ്ങുക എന്നുള്ളതായിരിക്കും ഒരാളുടെ ഗോള്, ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ ഒരു വീട് വെക്കുക എന്നുള്ളതായിരിക്കും. സോ നമ്മുടെ ഗോൾ എന്ത് തന്നെയായാലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം. ഇപ്പം ഞാൻ ഈ കാറ് വാങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഒരു ഗോളായിരുന്നു ഒരു കാറ് വാങ്ങുക എന്നുള്ളത്. സോ ആ ഒരു ഗോളിലേക്ക് ഞാൻ എത്തിയപ്പോൾ, അല്ലെങ്കിൽ അത് ഞാൻ ആ ഒരു ഗോൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 14 lakhs അടുത്തുണ്ട് ഈ ഒരു കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. സോ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഒരു 14 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുത്തൊരു കാറ് വാങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫൈനാൻഷ്യലി മണ്ടത്തരമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 കോടി 20 കോടിയൊക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 20 കോടിയിൽ നിന്ന് ഒരു 14 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കാർ വാങ്ങുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, അതെനിക്കറിയാം. പക്ഷേ എന്നെപ്പോലുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 14 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഒറ്റയടിക്ക് കൊടുത്തുകൊണ്ട് ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിരിക്കുമെന്ന് തന്നെയാണ് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ 14 ലക്ഷം രൂപ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതുകൊണ്ട് കാര്യമായിട്ടുള്ള ഉപയോഗമൊന്നുമില്ല. കാരണം ഈ കാറ് എനിക്ക് ഒരു തരത്തിലുള്ള ഇൻകവും ജനറേറ്റ് ചെയ്ത് തരുന്നില്ല. മറിച്ച് അങ്ങോട്ട് കുറേ പൈസ ചിലവാകുന്നുണ്ട്. അതിൻ്റെ ഫ്യൂവൽ അടിക്കാനായാലും, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയാലും, അതിൻ്റെ മെയിൻ്റനൻസ് ആയാലും, അങ്ങനെ ഒരുപാട് ചിലവുകൾ വീണ്ടും നമ്മൾ ഈ കാറിന് മേലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു 14 ലക്ഷം രൂപ പോലുള്ള വലിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ ഒരു കാറ് ബൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു മണ്ടത്തരമാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു കാര്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാനെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു സഹായമായിട്ട് ഒരുപാട് ബാങ്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ബാങ്കുകൾ വരുന്നുണ്ട്. ലോൺ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പോയിട്ട് ലോൺ എടുക്കുന്നതും ഒരിക്കലും റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യമല്ല. അതിനും ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന പോലുള്ള കുറേ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്, നമ്മുടെ കാറിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ കാറിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 20% നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഒരു 10 ലക്ഷം രൂപയുടെ കാറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. മിനിമം 20% നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആ ലോണിൻ്റെ കാലാവധി ഒരു 5 വർഷം മാത്രമേ ആകാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് 5 വർഷവും 7 വർഷവും ഒക്കെ ലോൺ കിട്ടും. പക്ഷേ ഒരു 5 വർഷത്തേക്ക് മാത്രമേ നമ്മൾ ലോൺ എടുക്കാനായിട്ട് പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. ഇതാണ് രണ്ടാമത്തെ റൂള്. അപ്പോൾ ഒന്നാമത്തെ റൂള്, നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 20% നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലോൺ കാലാവധി എന്ന് പറയുന്നത് ഒരു 5 വർഷം മാത്രമായിരിക്കണം. ആൻഡ് മൂന്നാമത്തെ കാര്യം, നമ്മുടെ എല്ലാ ലോണുകളും, നമുക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ലോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടവുകൾ ഉണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും EMIs ഉണ്ടായിരിക്കാം, ആൻഡ് കാറിൻ്റെ ലോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ലോണുകളും കൂടിയിട്ട് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 30-35% മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ഒരു 35%-നേക്കാൾ മേലേക്ക്, 35%-നേക്കാൾ മേലേക്ക് നമ്മൾ ഈ എല്ലാ അടവുകളും വരാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാർ വാങ്ങാനായിട്ട് പോകുമ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എന്നെപ്പോലുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല. ലോൺ എടുക്കുകയാണെങ്കിൽ 20% നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ 20% നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഒരു 5 വർഷത്തേക്ക് മാത്രമേ നിങ്ങൾ ലോൺ ഇടാനായിട്ട് പാടുള്ളൂ. ആൻഡ് നിങ്ങളുടെ എല്ലാ ലോണുകളും കൂടിയിട്ട് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 35% മേലേക്ക് ഒരിക്കലും നിങ്ങളുടെ എല്ലാ ലോണുകളുടെയും അടവുകൾ വരാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വളരെ സമാധാനപരമായിട്ട് ഒരു കാർ വാങ്ങാനും അത് കൃത്യമായിട്ട് കൊണ്ടു നടക്കാനും സാധിക്കും. ഈ ഒരു 20% ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മിനിമം ആയിട്ടൊരു കണക്കാണ്. നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അതിനേക്കാൾ കൂടുതൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ഈ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് വരണം. നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 35%-നേക്കാളും താഴെ മാത്രമേ നമ്മുടെ എല്ലാ ലോൺ അടവുകളും വരാനായിട്ട് പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ വരണം. എൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 30% താഴെ മാത്രമേ എനിക്ക് എൻ്റെ എല്ലാ ലോണുകളുടെയും അടവുകൾ വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫൈനാൻഷ്യലി കുറച്ച് ബ്രില്യൻസ് കാണിച്ച് തന്നെ വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മൾ ഫൈനാൻഷ്യൽ ഗോൾസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നിറവേറ്റാനായിട്ട്. അല്ലാതെ ചാടിക്കയറി നമുക്കൊരു ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ചാടിക്കയറിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഈ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാസത്തോളമായിട്ട് ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ചാടിക്കയറിയിട്ട് അത് ചെയ്യാതെ കൃത്യമായിട്ട് ഫൈനാൻഷ്യലി ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാർ വാങ്ങാനായിട്ട്, എൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ പ്രധാനമായിട്ടും ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. സോ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക, താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.